ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് കുറച്ച് ഒതുക്കിപ്പറക്കൽ ജോലികളൊക്കെ ഉണ്ട്. വിഷുവൊക്കെ ഇങ്ങനെ അടുത്തെത്തിയില്ലേ. അപ്പം എല്ലാം കൂടെ സമയത്ത് ചെയ്യാമെന്നും കരുതി വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല, മടി പിടിക്കും. അപ്പം ആ മടിയെ രാവിലെ തന്നെ അങ്ങ് മാറ്റി വെച്ചിട്ട് ജോലി അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെ ഇന്ന് ചപ്പാത്തിയും കിഴങ്ങറിയുവാണേ. മക്കളില്ല കേട്ടോ, മക്കൾ എൻ്റെ വീട്ടിലാണ്, ഇന്ന് രാത്രിയിലേ വരത്തുള്ളൂ. അപ്പോൾ അവർ ഉണ്ടെങ്കിൽ ഈ ജോലിയൊക്കെ ഒന്നും കൂടെ താമസിക്കും, അവരുടെ പറയാൻ നിൽക്കണ്ടേ. അപ്പോൾ ഇന്നോർത്ത് രാവിലെ കാപ്പി കുടിച്ചിട്ട് ആ ജോലി അങ്ങ് തീർക്കാമെങ്കിൽ വലിയൊരു ജോലി തീർന്ന സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിന്ദുജ, സ്ഥലം ആലപ്പുഴ ജില്ല, അമ്പലപ്പുഴ. പിന്നെ എൻ്റെ ജോലി പറയുകയാണെങ്കിൽ എൻ്റെ ലൈവിൽ വരുന്നവർക്കും എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാം, അയ്യപ്പൻ്റെയും ശിവൻ്റെയൊക്കെ അമ്പലങ്ങളിലോട്ട് എള്ളുകിഴി എള്ളുതിരി എന്നൊക്കെ പറയുവേ, അത് കെട്ടിക്കൊടുക്കുന്നതാണ് എൻ്റെ ജോലി. മക്കളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയ സമയത്ത് വീട്ടിൽ ചുമ്മാതിരിക്കേണ്ടല്ലോ എന്നും കരുതിയിട്ട് ഒരു കുഞ്ഞ് കൈത്തൊഴിൽ പോലെ ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പം എന്തായാലും കുഞ്ഞാണെങ്കിലും വലുതാണെങ്കിലും ഒരു കുഞ്ഞ് വരുമാനമായിട്ട് എനിക്കതൊരു ഉപകാരമാണ്. അപ്പം ഞാൻ എൻ്റെ ജോലി തുടങ്ങിയിട്ടുണ്ട്. ഒരു 5-6 മാസം മുമ്പ് എൻ്റെ കൈ കിട്ടിയൊരു മണി പ്ലാന്റ് ആട്ടോ. കുപ്പിയുടെ ഭംഗി കാരണം ആ കുപ്പിക്കകത്ത് സെറ്റാക്കിയിട്ട് ഞാൻ എള്ളുതിരി കെട്ടുന്ന ടേബിളെ വെക്കുവേ. എന്തോ ഒരു ഭംഗിയാണ്. ഇന്നും ഞാൻ അതിനെ വൃത്തിയാക്കി മാറ്റി വെച്ചു. ടേബിൾ വൃത്തിയാക്കിയിട്ട് ടേബിളിലോട്ട് എടുത്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ എള്ളുകിഴി കെട്ടുന്ന ഈ തുണിയുണ്ടല്ലോ, ചെറുതും വലുതുമായിട്ട് കുറേ അധികം ഇങ്ങനെ മിച്ചം വരും. അതിൻ്റെ അകത്തുനിന്ന് സമയമുള്ളപ്പം ഇതേപോലെ തിരിഞ്ഞെടുക്കും, നല്ല തുണി നോക്കിയിട്ട്. വേണ്ടാത്ത അങ്ങ് മാറ്റി വെക്കുകയെ. ആ വേണ്ടാത്ത കുറേ തുണി അധികം ആകുമ്പോഴത്തേക്കും തലയാണക്കവിയും തയ്ച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ച് നമ്മളത് ഉപയോഗിക്കും. അല്ലെങ്കിൽ ചിലപ്പം ഈ അടുപ്പിൽ തീ പിടിപ്പിക്കാനൊക്കെ ഒരു പീസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗം തീ പിടിപ്പിച്ച് കിട്ടും കേട്ടോ. കുറേ അധികം ഇങ്ങനെ വരും, കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ വരും. അപ്പോൾ അതെല്ലാം വേർതിരിച്ച് മാറ്റിയിട്ട് ഞാൻ ടേബിളും കതകിൻ്റെ പുറകും കട്ടയുടെ മുകൾ ഭാഗം എല്ലാം മാറാലയൊക്കെ തൂത്തങ്ങ് വൃത്തിയാക്കുവാണേ. ഇവിടെ വൃത്തിയാക്കിയിട്ട് വേണം നമുക്കിന് അടുക്കളയിലോട്ട് കയറാനായിട്ട്. അപ്പം വാടക വീടായതുകൊണ്ട് തന്നെ 85 വർഷം പഴക്കമുള്ള വീടും ആയതുകൊണ്ടും നമ്മൾ ഇവിടെ ഈ അടുക്കളയിലോട്ടും അല്ലെങ്കിൽ മുറിയിലോട്ടൊക്കെ വൃത്തിയാക്കുമ്പോൾ ഒത്തിരി സൂക്ഷിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒന്ന് തൊട്ട് പോയാൽ പെയിൻറ്റ് പെട്ടെന്ന് ഇങ്ങനെ ഇളകിപ്പോരും കേട്ടോ. അപ്പോൾ അതൊരു ഭംഗി കുറവല്ലേ. അപ്പം എല്ലാ സൗകര്യമുള്ള അടുക്കളയാണെന്ന് ചോദിച്ചാൽ എല്ലാ സൗകര്യമുള്ള അടുക്കളയല്ല, കുഞ്ഞ അടുക്കളയാണ്, പഴയ മോഡലല്ലേ. ഈ ഒരൊറ്റ ഷെൽഫേ ഉള്ളൂ കേട്ടോ. ഈ ഷെൽഫിൽ ഈ ഒറ്റ കാണുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വേണം നമ്മൾ അത്യാവശ്യം വേണ്ട പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു 3-4 ഉള്ളിക്കൊട്ട പോലത്തെ കുഞ്ഞ് സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത് ടിന്നെല്ലാം എടുത്ത് വെക്കും. പിന്നെ കുറച്ച് അപ്പുറത്തോട്ട് മാറിയിട്ട് മുകളിലൊരു വെന്റിലേഷൻ പോലൊരു സംഭവമുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ ഈ പയർ ഐറ്റംസൊക്കെ ടിന്നിലാക്കി വെക്കും. അപ്പോൾ ഇത്രയുള്ള അടുക്കളയ്ക്ക് സൗകര്യം എന്ന് പറയാനായിട്ട് അകത്ത് അടുപ്പും പാചകമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് ഒരു ഷീറ്റ് വിരിച്ചിട്ട് ഒരു ഗ്യാസ് അടുപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കും ഒത്തിരി പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ, വളരെ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. പാത്രമൊക്കെ വാങ്ങിക്കാനും അടുക്കി പെറുക്കി വെക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എവിടെയെങ്കിലും സ്വന്തമായിട്ട് വീട് സ്ഥലമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇവിടെ നിന്നൊന്ന് ഷിഫ്റ്റ് ആവാൻ വേണ്ടി വരുവാണെങ്കിൽ ഇപ്പം തന്നെ ഈ കട്ടിലും ഫ്രിഡ്ജും ഒക്കെ കൊണ്ടുപോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടെ പാത്രങ്ങളും ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി പാടല്ലേ. അതുകൊണ്ട് ആ ആഗ്രഹം ഞാനങ്ങ് കുഴിച്ചിട്ടിരിക്കുക കേട്ടോ. എന്തെങ്കിലും അങ്ങനെയൊക്കെ വാങ്ങിച്ച് അടുക്കി പെറുക്കി എല്ലാ സൗകര്യമുള്ളൊരു അടുക്കളയൊക്കെ ആക്കാമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഉള്ള സൗകര്യത്തിൽ ഞാൻ ഹാപ്പി ആട്ടോ. എല്ലാം വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാനും എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് 10 കേട്ടോ. 85 വർഷമുള്ള വീടായതുകൊണ്ട് തന്നെ പഴയ മോഡൽ ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇത് പണ്ട് അവർ നെല്ലും അരിയൊക്കെ ഇട്ട് വെച്ചിരുന്നതായിരുന്നു പറയുന്നത് കേൾക്കാം. ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാത്ത കുറച്ച് പ്ലാസ്റ്റിക് ടിന്നും പാത്രവും അതുമൊക്കെ അതിൻ്റെ അകത്താക്കി വെച്ചേക്കുക. ഒന്നും ഇടാതെ അതിൻ്റെ അകത്ത് ഇട്ടേക്കാൻ പറ്റത്തില്ല. എലിയുടെയും പാറ്റയുടെ ഭയങ്കര ശല്യം കേട്ടോ. നമ്മൾ ഉപയോഗിക്കാതാകുമ്പോഴത്തേക്ക് അതുങ്ങൾ ഭയങ്കര ശല്യം ഉണ്ടാക്കും. അപ്പം ഈ ഒരു സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ജെല്ല് അങ്ങനെ തുറക്കത്തതേ ഇല്ലേ. ഒന്നാമത്തെ കാര്യം, ഈ ജെല്ല് തുറന്നിട്ട് കഴിയുമ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മളെപ്പോഴും അടുക്കള കാണത്തില്ലല്ലോ, കറണ്ട് പോയി, നല്ല ഐശ്വര്യം. അപ്പം ഞാൻ അതേ ജെല്ല് എന്തായാലും തുറന്നു, ഇരുട്ടല്ലേ കണ്ടോ, ഇത്രയും വെട്ടം അകത്തോട്ട് കിട്ടും. പക്ഷേ നമ്മളില്ലാത്ത സമയത്ത് എന്തെങ്കിലും എഴഞ്ഞ് ജനലിൽ കൂടെ കയറി അല്ല അറിയത്തില്ലല്ലോ. ഈ 10 ഒക്കെ ഇടയ്ക്കിരിക്കുവാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്തായാലും ജനൽ തുറന്ന സ്ഥിതിക്ക് ഞാൻ അതെല്ലാം നല്ലോണം വൃത്തിയായിട്ട് തൂത്തുവാരി എടുത്ത് കേട്ടോ. ഭയങ്കര പൊടിയാണേ. ഞാൻ പിന്നെ വേഗം തന്നെ പോയിട്ട് ഒരു ഷാളങ്ങ് വട്ടം കെട്ടാൻ പോയതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല തുമ്മൽ തുടങ്ങും. അപ്പം ഇച്ചിരി മെനക്കെട്ട പണിയായിരുന്നു കേട്ടോ. തുറക്കാതായതുകൊണ്ട് ഒത്തിരി വേസ്റ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം തുടച്ചങ്ങ് വൃത്തിയാക്കി. അപ്പോൾ ഈ ഏരിയയുടെ ഇടയ്ക്ക് കുറേ പേപ്പറും അതും ഇതും എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം തൂത്ത് ഇങ്ങെടുത്തു.
എന്തായാലും ഓണത്തിന് വൃത്തിയാക്കിയതാട്ടോ ഇതേപോലൊരു ക്ലീനിങ്. അല്ലാതെ എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊന്നും അങ്ങനെ വൃത്തിയാക്കത്തില്ല. അപ്പം ഓണം കഴിഞ്ഞാൽ പിന്നെ അതേ വിഷു ആയിട്ടുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ അങ്ങ് നടക്കട്ടെ എന്ന് ഓർത്തു. അപ്പോൾ അത് ഈ സൈഡിലായിട്ട് കിടന്നൊരു സാധനം നിങ്ങൾ കണ്ടോ? ഞാൻ കാണിക്കാവേ. വെളിയിൽ നല്ല വൃത്തിയായിട്ട് തൂത്ത് വന്ന് കഴിഞ്ഞിട്ട് കാണിക്കാം. മറ്റേ ഉരലെന്നൊക്കെ പറയും. ഉരലും ഒലക്കിയൊക്കെ കേട്ടിട്ടില്ലേ? പണ്ടത്തെ സാധനം അമ്മമാരൊക്കെ അരിയൊക്കെ ആട്ടത്തില്ലേ? ആ സാധനം കേട്ടോ. ഇവിടെ 2 എണ്ണം ഉണ്ട്. ഉരലും ഉണ്ട്, ആട്ടുകല്ലും ഉണ്ട്. അവർ രണ്ടും കൂടെ ഫിക്സ് ചെയ്തിങ്ങനെ വെച്ചേക്കുക. മറ്റേ അരയ്ക്കുന്ന അരകല്ലും ഉണ്ട് കേട്ടോ വെളിയിൽ. അരകല്ല് ഞാൻ യൂസ് ചെയ്യും. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് കണ്ടപ്പോൾ ഒരാഗ്രഹം ഉണ്ട് കേട്ടോ. എന്തായാലും ഞാൻ അവനെ ഒന്ന് മിനുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാമല്ലോ എന്ന് ഓർത്ത്. ഈ ഒലക്കയില്ല, പക്ഷെ എന്തെങ്കിലും ഇടിക്കണമെങ്കിലൊക്കെ നമുക്ക് ഇടിക്കലൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ അതെ, ഈ ഒരു സാധനം ഇവിടെ ഇരുന്നൊരു പഴയ സാധനം കേട്ടോ, ചിരവ. എല്ലാ വീട്ടിലും ഇപ്പോൾ ചിരവയുണ്ട്, പക്ഷേ ഇത് കാണുമെന്ന് അറിയത്തില്ല ഇരുന്ന് തേങ്ങ തിരുമുന്ന മടി കാരണം. പക്ഷേ കാണാൻ ലുക്കില്ലെങ്കിൽ അവൻ പൊളിയാണ് കേട്ടോ. സൂപ്പറാണേ. പഴയ ചിരവയാണല്ലോ, നല്ല മൂർച്ചയാണ്. അപ്പം കണ്ടല്ലോ, അടുക്കളയിൽ ഓൾമോസ്റ്റ് ഇത് ഈ പരുവത്തിലാണ് എൻ്റെ അടുക്കള ഇപ്പോൾ കിടക്കുന്നത്. ഇനി ഇതെല്ലാം തൂത്ത് വാരി എല്ലാം ഇറക്കി പാത്രമൊക്കെ ഇഷ്ടംപോലെ കഴുകാനുണ്ട്. അപ്പോൾ പേപ്പറെല്ലാം എടുത്ത് ഞാൻ വെളിയിൽ കൊണ്ടിട്ട് കേട്ടോ. നല്ല വെയിലായിട്ടുണ്ട്, നിൽക്കാൻ പറ്റുന്നില്ല. ബാക്കി വൈകിട്ട് ചെയ്യാമെന്ന് ഓർത്ത് അകത്തോട്ട് കയറിയിട്ട് ഒരു ടാങ്ക് ഇരുന്നത് നല്ല നല്ല മധുരത്തിൽ വെള്ളം കലക്കി കുടിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ്. ഇപ്പം കണ്ടല്ലോ, കുറച്ച് പാത്രമെല്ലാം കഴുകിയിട്ട് ചോറ് വെക്കണം. അപ്പം ഞാൻ വേഗത്തിൽ ഗ്യാസിലിട്ട് കുറച്ച് റേഷനരി ഇട്ട് ചോറും വെച്ചു. ചമ്മന്തി അരച്ച് മോരും ആക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇനിയിപ്പം മീനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. രാവിലെ ഇത് ഒതുക്കേണ്ടതുകൊണ്ട് മീനിൻ്റെ പുറകെ ഞാൻ പോയതേ ഇല്ല കേട്ടോ. വെയിൽ കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ വെയിൽ. മരങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ നിറച്ചും മരങ്ങളുണ്ട്, നല്ല വെയിലും കേട്ടോ. കാറ്റുണ്ടോയെന്ന് വെച്ചാൽ കാറ്റുണ്ട്, എങ്കിൽ നല്ല ചൂടുമാണ്. അപ്പം വേഗം തന്നെ ചോറായിട്ടുണ്ട്. മോരും ചമ്മന്തിയും കൂട്ടി ചോറ് കഴിക്കാം കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് തന്നെ കയറി കേട്ടോ. വെയിലൊന്ന് താറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ജനലൊക്കെ അടച്ചിട്ട് കണ്ടോ, ഇതാണ് ഞാൻ വൃത്തിയാക്കി എൻ്റെ അടുക്കള. കാണുന്നവർക്ക് അറിയാൻ പറ്റും, കുഞ്ഞടുക്കളയാണെങ്കിലും ഉള്ള സൗകര്യങ്ങളിലൊക്കെ ഞാൻ എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് എള്ളുതിരി കെട്ടുന്ന ടേബിള്. രാവിലെ ഞാൻ വൃത്തിയാക്കില്ലേ, എല്ലാം തൂത്ത് വാരി വൃത്തിയാക്കി മുറ്റവും തൂത്ത് എൻ്റെ ജോലിയെല്ലാം തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.